രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും കാരണം നമുക്ക് ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ടിട്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറഞ്ഞാൽ നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിൻ്റെ റെസ്പെക്റ്റും അതിൻ്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. ഇതിൽ നമുക്കതില്ല. പിന്നെ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിൻ്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എടുത്ത തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായിരുന്നു. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടാണ്ട് പോയ ഒരുപക്ഷെ ജ്വലിക്കപ്പെടേണ്ട സിംഹമായിരുന്ന നേതാവായിരുന്നു അഖിൽ മാരാർ എന്ന് പറയുന്ന 2020 നേതാവ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയം അടക്കി ഭരിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയ ചാണക്യതന്ത്രങ്ങൾ മെനയാൻ കഴിവുള്ള പ്രാപ്തിയുള്ള യുവത്വത്തിൻ്റെ പുതിയ രേഖയായിരുന്നു, പുതിയ ചിത്രമായി വരേണ്ടിരുന്ന നേതാവായിരുന്നു അഖിൽ മാരാർ. ഇത് ഞാൻ വിശേഷിപ്പിക്കുന്നതല്ല. അഖിൽ മാരാർ അദ്ദേഹത്തിന് തന്നെ വിശേഷണങ്ങൾ കൊടുത്ത പല കാര്യങ്ങളിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളാണിത്. അപ്പോൾ എന്നിരുന്നാൽ പോലും കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടേണ്ട ഒരു നേതാവായിരുന്നു അദ്ദേഹം. ഈ പറഞ്ഞ പോലെ എക്കാലത്തും കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നു. പലപ്പോഴായിട്ട് കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാടെടുക്കുമ്പോൾ പല രാഷ്ട്രീയ കോണുകളിൽ നിന്നും വന്ന പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായി അതിവിദൂരമല്ലാത്ത ഭാവിയിൽ, പ്രത്യേകിച്ച് 2026 നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെ സഹകരിക്കും എന്നുള്ളതും, ഇനി മത്സരിച്ചിട്ടില്ലെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർക്കും ഒരു പ്രധാനപ്പെട്ട ഈ പ്രകടനങ്ങളിൽ ഒരു മുഖ്യ അതിഥിയായി അദ്ദേഹം ഉണ്ടാകും എന്നുള്ള തരത്തിലൊക്കെ പ്രധാന ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് നാളിതുവരെ നഖശിഖാന്തരം BJPയെ എതിർത്തൊരു നേതാവ് കൂടിയായിരുന്നു അഖിൽ മാരാർ. അപ്പം പലപ്പോഴും പല നേതാക്കന്മാരും പറഞ്ഞിരുന്നത് അഖിൽ മാരാർ എങ്ങോട്ട് പോയാലും BJP NDA പാളയത്തിലോട്ട് പോവില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ സാബു M ജേക്കബ് അദ്ദേഹത്തെ ചതിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അതിന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം കൊട്ടാരക്കര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് ഉറപ്പ് നൽകി എന്നുള്ളതും, അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സാബു M ജേക്കബ് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ സ്ഥാനം മാറ്റുന്നു. അവിടെ കൊട്ടാരക്കരയിൽ മത്സരിക്കേണ്ട എന്ന് പറയുകയും പകരം അദ്ദേഹത്തിന് വേറൊരു സ്ഥലത്തോട്ട്, കൊട്ടാരക്കരയ്ക്ക് പകരം മറ്റൊരു മണ്ഡലത്തോട്ട് തൃപ്പൂണിത്തറയിലോട്ട് അദ്ദേഹത്തെ മാറ്റി എന്നുള്ളതും, പിന്നീട് അദ്ദേഹം തൃപ്പൂണിത്തറയിൽ ഈ പറഞ്ഞ പോലെ കാരണങ്ങളൊന്നും സാബു M ജേക്കബ് പറഞ്ഞില്ല, തൃപ്പൂണിത്തറയിലൂടെ തന്നെ മാറ്റി അവിടെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതും, ഏറ്റവും അവസാനം തൃപ്പൂണിത്തറയിൽ വിജയിക്കുമെന്ന് തനിക്ക് പ്രതീക്ഷ വന്ന ഏറ്റവും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റി തൃക്കാക്കരയിൽ ഉമാ തോമസിനെതിരെ കൊണ്ടുപോയിട്ടു എന്നുള്ളതും, ഉമാ തോമസിൻ്റെ വിജയത്തിൻ്റെ ഏകദേശം 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആ വിജയത്തിൻ്റെ ഏകദേശം ഒരു 30% പോലും വോട്ട് നേരെ പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. വിജയശതമാനത്തിൻ്റെ ആകെ ഭൂരിപക്ഷത്തിൻ്റെ 30% പോലും നേരെ പിടിക്കാൻ പറ്റാത്ത അതിദയനീയമായിട്ടാണ് ഈ പറഞ്ഞ പോലെ മാരാർ തോറ്റത് എന്നുള്ളതാണ്. മാത്രമല്ല രമേശ് പിഷാരടി ഇതുമായി ബന്ധപ്പെട്ട 2026 നിയമസഭാ ഇലക്ഷനിൽ പാലക്കാട് മത്സരിക്കുമ്പോൾ പിഷാരടിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. ഇതിന് മറുപടിയായി പിഷാരടി പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ പറയില്ല, അതുകൊണ്ട് ഇതിനൊന്നും മറുപടിയായിട്ട് താൻ വരുന്നില്ല എന്നുള്ളത് ഒരു പരിഹാസ്യമേന എന്നാണ് രമേശ് പിഷാരടി ഇതിന് മറുപടി കൊടുത്തത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വോയിസ് കോൾ വീണ്ടും വലിയ വിവാദത്തിലോട്ട് തുടരുകയാണ്. അദ്ദേഹം പ്രധാനപ്പെട്ടായിട്ട് ഇപ്പം 2020 വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ 2020-ക്കെതിരായി പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ട സ്ഥിതിക്ക് 2020 ഔദ്യോഗികമായി രംഗത്ത് വരുന്നു. സാബു M ജേക്കബും രംഗത്ത് വരുന്നുണ്ട്. അതിന് ഏറ്റവും പുതിയ ഭാഗം എന്നോളം ഇപ്പം അദ്ദേഹം പറയുന്നത് 2020-യുടെ കൂടെ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ തനിക്ക് വേണം എന്നുള്ളതാണ്. കാരണം കൃത്യമായി തനിക്ക് അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞ പോലെ ഈ ആൾക്കാരുടെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ മാത്രമല്ല, സാമ്പത്തികമായ അക്കോമഡേഷൻ തനിക്ക് വേണം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. കാരണം താൻ എന്ന് പറയുന്ന, അതായത് അഖിൽ മാരാർ ഇത്തരത്തിൽ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു അക്കോമഡേഷൻ തനിക്ക് പാർട്ടിയിൽ തരണം. മാത്രമല്ല BJP കോൺഗ്രസ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പാർട്ടികളെല്ലാം ദേശീയ പാർട്ടികളാണെന്നുള്ളതും, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലോക്കൽ തരികിട പാർട്ടികളുടെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ വേണം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വേണ്ടത് കൊല്ലം ജില്ല 2020-യുടെ സ്ഥാനാർത്ഥിത്വം, അല്ലെങ്കിൽ കൊല്ലം ജില്ലയുടെ 2020 എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് പവർ വേണം എന്നുള്ള തരത്തിൽ അതിൻ്റെ ജില്ലാ നേതാവായിട്ട് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ 2020-ൽ അങ്ങനെയൊക്കെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം ബാക്കി ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സിലായാലും അതല്ലെങ്കിൽ BJPയിലായാലും മറ്റ് ഈ പറഞ്ഞ പോലെ ദേശീയ പാർട്ടികളിലാവുമ്പോൾ എവിടെ പോയാലും ആ ഒരു റെസ്പെക്റ്റും ബഹുമാനവും ആദരവും വാല്യൂ എല്ലാം കിട്ടും എന്നുള്ളതും, 2020 പോലുള്ള ലൊക്കട പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സാധനങ്ങൾ കിട്ടില്ല എന്നുള്ളതും, അതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ തനിക്ക് കൃത്യമായിട്ടുള്ള അക്കോമഡേഷൻ, അത് സാമ്പത്തികമായ അക്കോമഡേഷനും അതല്ലെങ്കിൽ ജില്ലാ തലങ്ങളിൽ നേതൃത്വപരമായിട്ടുള്ള അക്കോമഡേഷൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിലും, അതല്ലെങ്കിൽ പിന്നെ
ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ബോർഡിൻ്റെ, ഖാദി ബോർഡിൻ്റെയോ അല്ലെങ്കിൽ കയറിൻ്റെയോ ഏതെങ്കിലും റബ്ബറിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു ബോർഡിലൊക്കെ ചെയർമാൻ സീറ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആദരവ് അർഹിക്കുന്ന ഒരു സീറ്റ് വേണം എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പ്രധാനപ്പെട്ടായിട്ട് പറയുന്നത്. എന്തായാലും സീറ്റൊന്നും കിട്ടിയൊന്നുമല്ല, ഉള്ളത് തന്നെ അതിദയനീയമായി പരാജയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ വോയിസ് ക്ലിപ്പ് കൂടി വന്നതോടുകൂടി വലിയ തരത്തിലുള്ള പ്രത്യാക്രമണ രീതിയിലോട്ട് 2020യും അതുപോലെ തന്നെ അഖിൽമാരാറും മാറുന്നു എന്നുള്ളതാണ്. ഇലക്ഷന് മുമ്പ് വരെ ചങ്കുമായിരുന്നു. അദ്ദേഹം പലപ്പോഴും കോൺഗ്രസുമായിട്ട് കൂടി നിൽക്കുന്നു. ഇലക്ഷൻ സംബന്ധിച്ച് സീറ്റ് കിട്ടുമെന്ന് കാണുമ്പോൾ കൊട്ടാരക്കരയിൽ തന്നെ സീറ്റ് കൊടുക്കാമെന്ന് പറയുമ്പോൾ BJP അദ്ദേഹത്തിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്ത സീറ്റായിരുന്നു കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പം 2020 അദ്ദേഹത്തെ കണ്ടുകൊണ്ട് മാത്രമാണ് BJP കൊട്ടാരക്കര സീറ്റ് 2020ക്ക് വിട്ടുകൊടുത്തെന്നുള്ളൂ. പക്ഷേ 2020 അവിടെ പൈസയൊക്കെ വാങ്ങി വേറെ ആൾക്കാർക്കാണ് സീറ്റ് മറിച്ച് കൊടുത്തതെന്നുള്ളൂ. മാത്രമല്ല 20 ലക്ഷം മുടക്കി തൻ്റെ BMW ബൈക്ക് വിറ്റു എന്നുള്ളതും ഒരു നയാ പൈസ 2020 ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സാബു എം ജേക്കബിൻ്റെ ഭാഗത്തു നിന്നോ കിട്ടിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കെട്ടിവെച്ച പൈസയും പോയി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ BMW ബൈക്കും നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടു വരുന്ന ഒരുപക്ഷെ ഇളയ ദളപതിക്കൊക്കെ ശേഷം തമിഴ്നാട്ടിൽ അത്രത്തോളം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു പുതിയ ഇളയ ദളപതിയായി അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ പുതിയ മിന്നുന്ന താരമായി, യുവാക്കളുടെ പ്രതീകമായി, നാളെയുടെ വാഗ്ദാനമായി വളർന്നു വരേണ്ട ഒരു നേതാവായിരുന്നു. അതിനെ സാബു എം ജേക്കബ് അകാലത്തിലെ നുള്ളിക്കളഞ്ഞു എന്നുള്ള വലിയ സങ്കടം കേരള രാഷ്ട്രീയത്തിന് കൃത്യമായുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവനയോടുകൂടി സാബു എം ജേക്കബും ഇതുവരെ മിണ്ടാണ്ടിരുന്നായിരുന്നു. പക്ഷെ അദ്ദേഹം തിരിച്ചടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകൾ അദ്ദേഹം പുറത്തുവിടുന്നത്. എന്തുകൊണ്ടാണ് പാർട്ടി വിട്ടതെന്നുള്ളതിൻ്റെ കൃത്യമായ കാരണങ്ങൾ സഹിതം തെളിയിക്കുന്ന വോയിസ് ക്ലിപ്പാണ് സാബു എം ജേക്കബിൻ്റെ പാർട്ടി 2020 ഔദ്യോഗികമായി പുറത്തുവിട്ടത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് അക്കോമഡേഷൻ, അത് സാമ്പത്തികമായ അക്കോമഡേഷൻ വേണം. BJP കോൺഗ്രസ് ഒക്കെ ദേശീയ പാർട്ടിയാണ്. ഇത്തരത്തിലുള്ള ലഡാക്ക് പാർട്ടിയായി 2020ലേക്ക് നിൽക്കുമ്പോൾ തനിക്കൊരു അറ്റ്ലീസ്റ്റ് നല്ലൊരു പൊസിഷനൊക്കെ വേണം. തോറ്റു എന്നുള്ളത് സംഭവിച്ചു, ഇനി എന്തെങ്കിലുമൊക്കെ പൊസിഷൻ വേണം. പ്രത്യേകിച്ച് കൊല്ലം 2020യുടെ നേതൃസ്ഥാനം തനിക്ക് വേണം. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ചെയർമാൻ സീറ്റ്, അങ്ങ് കേന്ദ്രത്തിലുമായിട്ട് നല്ല ടച്ചൊക്കെ ഉള്ളതല്ലേ ഈ സാബു എം ജേക്കബിന്. അപ്പോൾ ഒരു ചെയർമാൻ സീറ്റ്, ഖാദി ബോർഡിൻ്റെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ചെയർമാൻ സീറ്റൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ നാളെയുടെ വാഗ്ദാനമായ അല്ലെങ്കിൽ എന്താ പറയുക, നാളെയുടെ ഉദിച്ചു വരുന്ന സൂര്യനായ അഖിൽമാരാറിനെ 2020ക്ക് ഒന്നും കൂടെ കൂട്ടാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അഖിൽമാരാറുടെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടായിട്ടുള്ളത് 2020ക്ക് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഉദിക്കുന്ന സൂര്യനെ ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രഭാവം അംഗീകരിക്കാൻ അല്ലെങ്കിൽ പ്രഭാവം തങ്ങളുടെ നേതൃത്വത്തിലാക്കിയെടുക്കാൻ BJP ഈ പറഞ്ഞ പോലെ 2020ക്കും സാബു എം ജേക്കബിനും സാധിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇനിയും ഇതിന് തിരിച്ചടിയായി അഖിൽമാരാർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരും എന്നുള്ളത് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഇതിന് മറുപടിയായി അഖിൽമാരാർ എന്തൊക്കെ തരത്തിലുള്ള മറുപടി ആയിരിക്കും ഇനി സാബു എം ജേക്കബിന് കൊടുക്കുക എന്നുള്ളതും. അതല്ല ഇതെല്ലാം മാറിക്കൊണ്ട് 2020ൽ നിന്ന് വിട്ടുകൊണ്ട് BJPയിലോട്ട് പോകുമോ എന്നുള്ളത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നേതാക്കന്മാർ ഒരുപാടുണ്ട്, BJPക്ക് അനുയായികൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ബിഗ് ബോസ് സീസൺ 5 ഒരു സ്റ്റാർ കാൻഡിഡേറ്റും വിജയിയായ അഖിൽമാരാറൊക്കെ വരുമ്പം ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. കാരണം BJPക്ക് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും വിജയിച്ച് കയറാന്നുള്ളേ ഉള്ളൂ. ഇപ്പം ഹിമന്ത ബിശ്വ ശർമ്മ ആണെങ്കിൽ പോലും അസമിലാണെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ നേതാവാണ്. സുവേന്ദു അധികാരി ആണെങ്കിൽ വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ പോലും അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവാണ്. അപ്പം ഇത്തരത്തിൽ ഏതൊക്കെ നേതാക്കൾ NCPയിൽ നിന്ന് കൊണ്ടുപോയതായാലും തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുപോയതായാലും ശിവസേനയിൽ നിന്ന് കൊണ്ടുപോയതായാലും ഒക്കെ BJP പർച്ചേസ് ചെയ്ത് വാങ്ങിയതാണ്, വില കൊടുത്ത് വാങ്ങിയതാണ്. അപ്പം അത്തരത്തിൽ അഖിൽമാരാറിനെയും BJP വില കൊടുത്ത് വാങ്ങുമോ എന്നുള്ളതും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം തെക്കേ ഇന്ത്യ ഇപ്പോഴും കിട്ടാക്കണിയായി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് എന്ത് പൈസ കൊടുത്തിട്ടും BJP അഖിൽമാരാറെ വാങ്ങണം എന്നാണ് എനിക്ക് BJPയോട് പറയാനുള്ളത്. കാരണം ഇത്തരത്തിലുള്ള നാളെയുടെ ഉദിക്കുന്ന സൂര്യനെ ഒരിക്കലും BJP വിട്ടുകളയരുത്. എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം അഖിൽമാരാർ ഇതിന് എങ്ങനെയായിരിക്കും മറുപടി കൊടുക്കുക എന്നുള്ളത്.